വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ അപേക്ഷ അംഗീകരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ 6 മാസത്തേക്കാണ് അവധി അംഗീകരിച്ചത്. ഭരണസമിതി പരിഗണിച്ചത് മുനിസിപ്പൽ ആക്ട് പ്രകാരമാണെന്ന് മേയർ പറയുന്നു. സ്വതന്ത്ര കൗൺസിലറായ സുധീഷും അവധി അപേക്ഷയെ അനുകൂലിച്ചു. സുധീഷ് അടക്കം 51 പേരുടെ പിന്തുണ ഭരണപക്ഷത്തിന് ലഭിച്ചെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളും അതിൽ 91K സെക്ഷൻ 91K ആ ചട്ടത്തിൻ്റെ പിൻബലത്തിലുമാണ് വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇന്നത്തെ കൗൺസിൽ യോഗം പാസാക്കിയത്. അപേക്ഷ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഭരണപക്ഷത്തെ കൗൺസിലർമാരും പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷും സുഗതൻ്റെ അപേക്ഷയെ പിന്തുണച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്തായാലും ഭരണപക്ഷത്തിന് ശക്തമായ മുന്നേറ്റം തന്നെയല്ലേ ഇന്ന് കണ്ടത്? തീർച്ചയായും വിഷ്ണു, അങ്ങനെ തന്നെയാണ്. കാരണം 51 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കൗൺസിലിൽ ഒരു പക്ഷേ ഒരംഗത്തിൻ്റെ കൂടെ അധിക പിന്തുണ ലഭ്യമായി എന്ന് വേണം പറയാൻ. കാരണം BJPയെ ഇനി താഴെ ഇറക്കാൻ ശ്രമിക്കാൻ UDFനോ അല്ലെങ്കിൽ LDFനോ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റാണ് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കണ്ടത്. വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ കൂടിയായിട്ടുള്ള ആർ സുഗതൻ്റെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാതായതോടുകൂടി ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവധി അപേക്ഷ മേയർക്ക് മുൻപാകെ നൽകിയിരുന്നു. അതിനു മുൻപ് തന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തി ആഭ്യന്തര വകുപ്പിന് ഒരു കത്ത് നൽകിയിരുന്നു. കത്തിലെ ആവശ്യം എന്നുള്ളത് പരോൾ അനുവദിക്കണം എന്നുള്ളതാണ്. പോലീസ് പ്രൊട്ടക്ഷനോടെ വന്ന് ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. പകരം വരുന്ന 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി അനുമതി നൽകാൻ മേയർക്ക് മുൻപാകെ അവധി അപേക്ഷ നൽകാം. ആ അവധി അപേക്ഷയിൽ വോട്ടോടുകൂടി ഭൂരിപക്ഷം തെളിയിക്കുകയാണെങ്കിൽ അവധി ലഭ്യമാക്കാം എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ള മറു ഉത്തരവ്. ഈ ഉത്തരവ് പ്രകാരവും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റി ആക്ടിലെ മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾ പ്രകാരവും 91K വകുപ്പ് പ്രകാരവുമാണ് ആർ സുഗതന് ഇപ്പോൾ അവധി നൽകിയിരിക്കുന്നത്. അവധി നൽകിയതിൻ്റെ ആ ഒരു അവധി അപേക്ഷ ഈ കൗൺസിൽ ഹാളിൽ മേയർ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുകയായിരുന്നു. 49 എന്ന ഇടത് വലത് മുന്നണികളുടെ പ്രതിപക്ഷ അംഗത്തിന് മുകളിൽ 51 പേരുടെ മേയർ ഉൾപ്പെടെയുള്ള കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ 51 പേരുടെ പിന്തുണയോട് കൂടിയാണ് ഈ അവധി അപേക്ഷ അംഗീകരിച്ചത്. അതോടുകൂടി ഇനി 6 മാസത്തേക്ക് കൗൺസിലിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. അവധി ആർ സുഗതന് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ തിരിച്ചടി ഭരണപക്ഷത്തിനുണ്ടാകും അല്ലെങ്കിൽ ഭരണസമിതിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു വന്ന ഇടത് വലത് മുന്നണികളുടെ നേതാക്കന്മാർക്കും കൗൺസിലർമാർക്കും ഏറ്റ ഒരു തിരിച്ചടിയായി കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അതിൽ നിർണായകമായത് മേയറുടെ ഇടപെടൽ, ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്, മുനിസിപ്പാലിറ്റി ആക്ടിലെ 91K, അതിനപ്പുറത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച കൗൺസിലർ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥി കൂടിയായിരുന്ന പൗണ്ട് കടവിലെ വാർഡ് കൗൺസിലർ സുധീഷിന്റെ ഇടപെടലാണ്. സുധീഷ് കൂടി ഈ ഒരു അവധി അപേക്ഷയിൽ പിന്തുണച്ചു. അതിനുശേഷം സുധീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിരന്തരമായി കൗൺസിൽ യോഗങ്ങൾ തടസ്സപ്പെടുകയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല. സുഗതനുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട്, സുഗതന് അവധി നൽകേണ്ടതായിട്ടുണ്ട്. സുഗതൻ എന്നൊരു ജനപ്രതിനിധി നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാൾ അയോഗ്യനാകാൻ താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സുധീഷ് എടുത്തിട്ടുള്ള നിലപാട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 51 എന്ന ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും അത് മേയർ അംഗീകരിക്കുകയും സഭ അല്ലെങ്കിൽ നഗരസഭാ കൗൺസിൽ യോഗം ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തത്. വിവിധ അജണ്ടകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളടക്കം പാസ്സാക്കിക്കൊണ്ടാണ് ഇന്നത്തെ കൗൺസിൽ യോഗം പിരിയുകയും ചെയ്തത്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഭരണസമിതി താഴെ പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എത്തിയ നേതാക്കന്മാർക്കാണ് ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ മേയർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഒരു രീതിയിലും നിയമപരമല്ലാതെ ആണ് തങ്ങൾ പ്രവർത്തിച്ചതെന്ന വാദം തെറ്റാണ്. കൃത്യമായി ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടും ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഉയർത്തിക്കാട്ടി ആഭ്യന്തര വകുപ്പ് തന്നിട്ടുള്ള ഉത്തരവ് പ്രകാരവുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം ഭരണ കക്ഷിയെ പോലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് UDF ആണ്. ആ UDFനെ പോലും UDFന്റെ കൗൺസിലർമാർ അടക്കമുള്ളവർ അംഗീകരിക്കുന്നില്ല. അവരുടെ ഉത്തരവ് പോലും തള്ളിക്കളയുന്നൊരു നിലപാടാണ് കൗൺസിൽ യോഗത്തിൽ ഇന്ന് KS ശബരിനാഥ് ഉൾപ്പെടെ
UDF അംഗങ്ങളും സ്വീകരിച്ചത് എന്നുള്ളതാണ്. എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഭരണസമിതിയെ താഴെ ഇറക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. പുനഃസത്യപ്രതിജ്ഞ ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് തിരിച്ചടി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും ഈ നിർണായക ഉത്തരവും ചട്ടവും മേയർ അടക്കമുള്ളവരുടെ ഇടപെടലും ഒപ്പം തന്നെ സ്വതന്ത്ര കൗൺസിലറുടെ ഇടപെടലും തിരിച്ചടി ആയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി തെളിയിക്കുന്ന ഒരു അവസരം കൂടിയായി ഇന്നത്തെ ഈ കൗൺസിൽ യോഗം മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. 51 അംഗ ഭരണസമിതി അല്ലെങ്കിൽ ഭൂരിപക്ഷം അതിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടുകൂടി ഒരു അധിക ഭൂരിപക്ഷം ഇപ്പോൾ നഗരസഭയിൽ മേയർക്കും ഒപ്പം തന്നെ NDAയ്ക്കും BJPക്കും ലഭിച്ചിരിക്കുകയാണ്. സുഗതൻ ഇനി 6 മാസത്തേക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും അയോഗ്യത ഉണ്ടാകില്ല എന്നുള്ളതാണ് ഉത്തരവിൽ നിന്നും മേയറുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുകയും ചെയ്യുന്നത്. വിഷ്ണു. ശരി, എസ് ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.